ചെയ്യാൻ പോകുന്നത് നമ്മുടെ കക്കാർച്ചി കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു തോരനാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് വേഗം നോക്കാം. കക്കാർച്ചി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി വെക്കാം. ഈ കക്കാർച്ചിക്ക് ഉണ്ടാക്കാൻ നമുക്ക് തോരനായിട്ട് ഇപ്പം നല്ല ഫ്രഷ് കക്കാർച്ചി ഇതിപ്പോൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ആലപ്പുഴയാണ്, വേമ്പനാട്ട് കായലിൽ നിന്നൊക്കെ ഇവർ കക്ക കോരിയാന്നുണ്ടെന്നുണ്ടല്ലോ വെളുപ്പാങ്കാലത്ത് തന്നാന്നുണ്ട് ഇതെല്ലാം പുഴുങ്ങി നമുക്ക് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒന്നും ചേർന്നിട്ടില്ല. എങ്കിൽ പോലും ഇതിൻ്റെ വേസ്റ്റ് ഇതിനകത്ത് നമുക്ക് ഞെക്കി നമ്മൾ കളയണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് കളയുന്ന വീഡിയോ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പലരും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് കളയാതെ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചാൽ വയറ്റുവേദന ഉണ്ടാകാറുണ്ട്. ചില നേരത്ത് ഫുഡ് പോയ്സൺ വരെ ഉണ്ടാകും. വെച്ചിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയ്സൺ ഉണ്ടാകുന്ന സാധനമാണ് കക്കാർച്ചി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കക്കാർച്ചി ഇത് നമുക്ക് ഈ ഇപ്പോൾ ഇത്രയും വലിപ്പമുള്ള കക്കാർച്ചി കാരണം ഇത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് കളയാൻ നമുക്ക് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടില്ല ഇവിടെ ഒരു കറുപ്പ് കാണാം നമുക്ക്. അത് ഏകദേശം അതിൻ്റെ വയറിൻ്റെ എന്തോ ഒരു പോർഷൻ എന്തോ ആണ്, അങ്ങനെ പറയാൻ എന്താണേലും. അപ്പോൾ അവിടെ നന്നായിട്ട് നമ്മളൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ നോക്കി ഞാൻ കണ്ടത് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേസ്റ്റ് പുറത്തോട്ട് വരും, കളയാങ്ങും. ഇത് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ചീത്തയാണ്. കാരണം ഇത്രയും ഐറ്റം എന്തോരം കക്കാർച്ചിയുള്ളൂ. അപ്പോൾ ഇത്രയും വേസ്റ്റ് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വയറ്റുവേദന അല്ലെങ്കിൽ ഫുഡ് പോയ്സണൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം പക്ഷേ ചെറിയ കക്കാർച്ചി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് ഉള്ളിൽ കളയാനായിട്ട്. അപ്പോൾ കൊണ്ടുവരുന്നവർ തന്നെ പറഞ്ഞ് ഞങ്ങൾ ഇത്രയും ഇത് പുഴുങ്ങി കൊണ്ടുവരും, നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല, നന്നായിട്ടങ്ങ് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതിയെന്ന്. ഇത് വേസ്റ്റ് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകണം. ഒരു 5 തവണയോളം നന്നായിട്ട് വെള്ളത്തിനകത്ത് കഴുകി നന്നായിട്ട് കളയണത്. ഇപ്പോൾ അല്ലാതെ ചെയ്യുന്നവരായിരിക്കും കൂടുതൽ. പക്ഷേ ഇത് ഇവിടെയൊക്കെ ആലപ്പുഴയിലൊക്കെ എല്ലാവരും ഇതിങ്ങനെ ചെയ്യാറുള്ളൂ. നല്ലതായിട്ട് ഇത് കളഞ്ഞ് ഇതിൻ്റെ വേസ്റ്റെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയായിട്ട് എടുക്കും. അപ്പോൾ ഇത് കണക്ക് തന്നെ ഓരോ കക്കാർച്ചി ഇതുപോലെ തന്നെ മൊത്തമായിട്ട് വൃത്തിയായിട്ട് ഇപ്പോൾ എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് കളയുന്ന രീതിയാണ്, വേസ്റ്റ് കളയുന്ന രീതിക്ക് വേണ്ടി മാത്രമേ വീഡിയോ എടുത്തുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ എന്ത് കണ്ടവനും പറഞ്ഞ് ഒത്തിരി ആയിപ്പോവല്ലോ. ഇതുകൊണ്ട് ഇപ്പോൾ ഇത് കണക്ക് തന്നെ ഓരോന്നിൻ്റെ നമുക്ക് ഇങ്ങനെ അങ്ങ് എടുത്ത് കളയാൻ പറ്റും. വേസ്റ്റ് പെട്ടെന്ന് കളയാൻ പറ്റും. വലിയ കക്കാർച്ചി ആയത് കാരണം ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തം ഞാനിപ്പോൾ ഒന്ന് കളഞ്ഞെടുക്കാൻ പോവാണ് ഫുള്ള് വേസ്റ്റ്. അപ്പോൾ കക്കാർച്ചിയുടെ വേസ്റ്റെല്ലാം ഫുള്ള് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയാണെന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല ഒരു 5 തവണയോളം നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിരിക്കും ഇപ്പോൾ ഞാനിത്. ഇനി ഇപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല വൃത്തിയായിട്ട് നമുക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിനകത്തോട്ടൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം കുറച്ച് കൂടുതൽ വേണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ഒരല്പം കൂടുതലാണ്. ഇപ്പോൾ ഗ്യാസേ വെക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിനകത്ത് വെച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ ആണെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണൊക്കെ മതി. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നന്നായിട്ട് വെന്ത് വരണം. ഞാനിതിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ വേവ് പരിപാടിയിൽ വെള്ളം നഴുകി മൊത്തമായിട്ട് നമുക്ക് വറ്റണം. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കാരണം ഉപ്പ് ഒത്തിരി ആകാൻ പാടില്ല. ഞാൻ ആദ്യം കുറച്ച് ഉപ്പേ ചേർത്തുള്ളായിരുന്നു. അപ്പോൾ ഉപ്പം കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ നമുക്കൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിന് ഉപ്പൊരല്പം കുറവായിരുന്നു, അതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഒന്നുകൂടെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഞാൻ. വെള്ളം മുഴുവൻ വറ്റിക്കണം നമുക്കതിന് വേണ്ടി. ഇപ്പോൾ കക്കാർച്ചിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പാനിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അടുക്കി പിടിക്കില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊക്കെ വേണ്ടി തേങ്ങ അരപ്പിന് തോരന് വേണ്ടിയുള്ള അരപ്പിന് വേണ്ടി എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് കാണിക്കാൻ. ഇതിനകത്ത് തേങ്ങയാണെന്നുണ്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി. ഇവിടെ കുരുമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 8-10ഓളം കുരുമുളകായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങയുടെ ഒപ്പം അരയ്ക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വെളുത്തുള്ളി. ഇതിനകത്ത് നമുക്ക് ടേസ്റ്റ് മേക്കറാണ് വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 8 മുതൽ 10 അല്ലി വരെ വെളുത്തുള്ളി നമുക്ക് ഇതിനായിട്ട് ചേർക്കാൻ പറ്റും. അതുപോലെ തന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം മെയിനാണ്. ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം. അതുപോലെ തന്നെ ഉള്ളിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു 8 ഉള്ളിയോളം ഉണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇത്രയും സാധനമാണ് നമുക്ക് ഈ കക്കാർച്ചി തോരനായിട്ട് വേണ്ടത്. ഇത് കൂടാതാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിച്ചത് നമുക്ക് അല്പം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ചേർക്കാൻ വേണ്ടി നമുക്കിത് വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തേങ്ങയുടെ അരപ്പൊക്കെ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് നമ്മുടെ അതാണൊക്കെ തന്നെ നേരത്തെ നമ്മൾ വേവിച്ച് അതേ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വെച്ചിരിക്കുന്നത്. കാരണം തോരനാകുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഗ്യാസിലോട്ട് വെച്ചെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോഴത്തേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കും. ഒരു 4 വറ്റൽമുളക് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വറ്റൽമുളകും കടുകും മൂത്ത് കഴിയുമ്പോഴത്തേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ടേക്ക് കറിവേപ്പില ചേർത്തിട്ട് കൊടുക്കാം.
കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ്, നല്ല ഫ്ലേവറാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ അരയ്ക്കാൻ പെരുംജീരകം പറഞ്ഞില്ലായിരുന്നു, ഇതിനകത്തോട്ടേ നമുക്ക് കുറച്ച് പെരുംജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട്, കണ്ടിച്ചിരണ്ട, കീറി ഇട്ട് കൊടുത്താൽ മതി. നമുക്കല്ലാതെ സബോള വഴറ്റുമ്പോൾ നമ്മൾ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 1.5 സബോള, ഒരു വലിയ സബോളയും ഒരു ചെറിയ സബോളയുടെ പാതി എടുത്താണ് ഇപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് ചേർക്കുന്നത്. ഒത്തിരി സബോള വേണ്ട, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരച്ചോവ ഉണ്ടാവും. അതിനകത്തോട്ടൊക്കെ ഒരു 2 പച്ചമുളക് കൂടെ അരച്ചാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അരപ്പിനകത്ത് മഞ്ഞപ്പൊടിയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾ കണ്ടുകൊണ്ടല്ലോ, മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടാണ് അരച്ചത്, പറയാൻ വിട്ടുപോയി. ചില സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ എടുത്ത് വെക്കും, പക്ഷെ പറയുമ്പോൾ എല്ലാം കൂടെ പറ്റില്ല. ഇതിനകത്തോട്ടൊക്കെ ഒരു നുള്ളു ഉപ്പ് മാത്രമാണ് ചേർത്തിക്കേണ്ടത്. എന്ന് വെച്ചാൽ കക്കാർച്ചിക്ക് ഓൾറെഡി ഉപ്പിട്ടാണ് നമ്മൾ കക്കാർച്ചി നന്ന വൃത്തിയായിട്ട് നമ്മൾ വേവിച്ചെടുത്തത്. ഇപ്പോൾ സബോള വഴലാൻ വേണ്ടി മാത്രമുള്ള ഉപ്പാണ്. നമ്മൾ തേങ്ങാരപ്പ് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു മധുരം കൂടെ പിടിക്കുമ്പോൾ ഈ ഉപ്പിനകത്ത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇതങ്ങ് വഴറ്റിയെടുക്കണം നമുക്ക്. ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റൊക്കെ തന്നെ ധാരാളമാണ്, സബോള പെട്ടെന്ന് വഴന്നു വരുമല്ലോ. ഇപ്പോൾ സബോള നന്നായിട്ട് വഴന്ന് വന്നതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ നമ്മൾ ആ നേരത്തെ അരച്ച് വെച്ചിരുന്നില്ലേ അരപ്പ് ഇപ്പോൾ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അരപ്പ് എല്ലായിടും നന്നായിട്ട് നമ്മളങ്ങ് മിക്സ് ചെയ്യണം. എന്ന് വെച്ചാൽ എല്ലായിടത്തും എന്നിട്ട് ഇന്ന് അരപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ഈ തേങ്ങയ്ക്കൊരു പച്ചമണം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വഴന്നതാണെന്നുണ്ടെങ്കിൽ പോലും തേങ്ങയുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്നുകൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് ആ പച്ചമണം മാറാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഏകദേശം പച്ചമണം മാറിയിട്ടുണ്ടായിരുന്നു, ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇപ്പോൾ കക്കാർച്ചി ഇട്ട് കൊടുക്കുക മൊത്തമായിട്ട്. നല്ല വൃത്തിയായിട്ട് നമ്മൾ എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ വെള്ളം വറ്റിച്ച കാരണം ഇതിനകത്തോട്ട് അതിൻ്റെ ഉപ്പും അതിനൊക്കെ തന്നെ മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ച് ഏകദേശം ഒരു മഞ്ഞ കളറുണ്ട്, നമ്മൾ കക്കാർച്ചി നോക്കിയാൽ കാണാൻ പറ്റും. ഇനി ഇതിനകത്തോട്ടേക്ക് ഇത് അരപ്പുമായിട്ട് നന്നായിട്ട് കിടന്ന് മിക്സ് ആക്കണം. അതിന് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ, ഗ്യാസിലാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. കക്കാർച്ചിയുടെ വേസ്റ്റ് കളയാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. കക്കാർച്ചി മസാല എല്ലാവരും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനെപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾക്ക് ഇവിടെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ഇങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതൊരു നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ് നമുക്കിപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനൊക്കെ. ഇപ്പോൾ കക്കാർച്ചി മസാല ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാത്തൊരാരെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ചില കുട്ടികൾ കക്കാർച്ചി കഴിക്കില്ല, അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക എല്ലാവരും. ഞാൻ ഇതിനകത്തോട്ടൊരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്, വെളിച്ചെണ്ണ ചേർക്കണേ. ഈ സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ഒരു നല്ല മണവും അതേസമയം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ കറിവേപ്പില ചേർത്ത് കൊടുത്തുകൊണ്ട് മാത്രം ചേർക്കുന്നില്ല, പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ലായിരുന്നു നമ്മുടെ കുരുമുളക് പൊടി. ആ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ അല്പം നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കക്കാർച്ചി ഏകദേശം നല്ല കക്കാർച്ചി തോരൻ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.